റോസമ്മയുടെ വീട്ടിലെ പതിവ് സന്ദർശകനാണ് സെബാസ്റ്റ്യൻ. അങ്ങനെ റോസമ്മയുടെ വീട്ടിൽ വന്ന കൂട്ടത്തിലാണ് എലിസബത്തിന് റിട്ടയർഡ് അധ്യാപികയുടെ വീട്ടിൽ വന്നിട്ട് ഈ സ്ഥലവും പറമ്പും വീടും കൊടുക്കുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്ക് പള്ളിക്ക് സമീപം ഒരു വീടും സ്ഥലമൊക്കെ ഏർപ്പാടാക്കി തരാമെന്ന് സെബാസ്റ്റ്യൻ ഈ ടീച്ചറിനോട് പറഞ്ഞത്. സുബി പറയുന്നത്, സുബിയെയും സെബാസ്റ്റ്യനെ ഒരുമിച്ചിരുത്തിയൊക്കെ ചോദ്യം ചെയ്തു. സുബി പറയുന്നത്, ഇദ്ദേഹത്തെ പോലെ കൺകണ്ട ദൈവം മറ്റാരുമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന സ്വത്ത് വിഹിതമൊക്കെ എൻ്റെയും മകൻ്റെയും പേരിൽ എഴുതി തന്നു. അങ്ങനെയൊക്കെ ആരെങ്കിലും ഈ കാലയളവിൽ ചെയ്യുമോ? സെബാസ്റ്റ്യൻ 17-ാം വയസ്സിൽ, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട സ്വന്തം പിതാവിൻ്റെ 3 ബന്ധുക്കളെ വിഷം കൊടുത്ത്, ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അയൽക്കാർ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ 17-ാം വയസ്സിൽ ക്രിമിനൽ ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ബിന്ദു പത്മനാഭനും ഐഷയും അതുപോലെ ജൈനമ്മയും ഒക്കെ ഇയാളുടെ ഇരകളായിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, ഇവരൊക്കെ കൃത്യമായി സെബാസ്റ്റ്യൻ എത്തേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ടാകണം. കൃത്യമായി തെളിവ് നശിപ്പിക്കുന്ന കാര്യത്തിലും സെബാസ്റ്റ്യൻ 99% വിജയിച്ചിരിക്കാമെന്നാണ് പോലീസിന്റെ അനുമാനം. കാരണം ഒന്നും